അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, ഒരു യുവാവ് സ്വർണമെന്ന് ഒരു വസ്തു കാലങ്ങളോളം സൂക്ഷിച്ചു വെച്ചു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് സ്വർണം അല്ല എന്ന്. പക്ഷേ യുവാവിന് കിട്ടിയതോ സ്വർണത്തെക്കാളും വലിയ മൂല്യം. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. വർഷങ്ങളോളം സ്വർണമെന്ന് കരുതി സൂക്ഷിച്ച അമൂല്യ വസ്തു സ്വർണമല്ല എന്ന് തിരിച്ചറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക്? ഒടുവിൽ അപ്പോൾ ഒരു നിരാശയായിരിക്കും നമ്മൾക്ക് ബാധിക്കുക. എന്നാൽ ഒടുവിൽ അത് സ്വർണത്തേക്കാളും വിലപിടിപ്പുള്ള ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞാലോ, അപ്പോഴുള്ള സന്തോഷത്തിന് കയ്യും കണക്കുമുണ്ടാവില്ല. എന്നാൽ അത്തരത്തിൽ സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നുള്ള ഡേവിഡ് ഹോൾ എന്ന യുവാവ്. രത്നക്കല്ലുകളും വിലപിടിപ്പുള്ള വസ്തുക്കളും ശേഖരിക്കുന്നതിൽ അതീവ തൽപരനായ ഡേവിഡ് ഹോൾ 2015 ചുവന്ന നിറത്തിലുള്ള പാറ കണ്ടെത്തുന്നത്. അതിൽ സ്വർണമുണ്ടെന്ന് വിശ്വസിച്ചാണ് ഡേവിഡ് പാറ വീട്ടിലെത്തിച്ചത്. പാറ പൊട്ടിക്കാനായി വർഷങ്ങളോളം ആ യുവാവ് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഹാമർ മുതൽ ആസിഡ് വരെ ഉപയോഗിച്ചു നോക്കി, പക്ഷെ പാറ പൊട്ടിയില്ല. തുടർന്നാണ് പാറയുമായി അദ്ദേഹം മെൽബൺ മ്യൂസിയത്തിൽ എത്തുന്നത്. മ്യൂസിയത്തിലെ പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധരാണ് പാറയുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത്. പരിശോധനയിൽ പാറമായി കരുതിയിരുന്നത് മെരിബറോ ഉൽക്കാശിലയാണെന്ന് വിദഗ്ധർ സ്ഥിരീകരിച്ചു. 17 കിലോഗ്രാം ഭാരമുണ്ട് ഈ ഉൽക്കാശിലയ്ക്ക്. മാത്രമല്ല വലിയ അളവിൽ ഇരുമ്പും ക്രിസ്റ്റലൈഡ് ധാതുക്കളും ഈ ഉൽക്കാശിലയിൽ അടങ്ങിയിരിക്കുന്നു. ഇവയെ കോൺഡ്രൂൾസ് എന്ന് വിളിക്കുന്നു. അമ്പരിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ വിക്ടോറിയ സംസ്ഥാനത്ത് ഇതുവരെ 17 ഉൽക്കാശിലകൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അതേസമയം ഈ ഉൽക്കാശിലയാകട്ടെ 100 മുതൽ 1000 വർഷം മുമ്പ് ഭൂമിയിൽ പതിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. മെരിബറോ എന്ന പാർക്കിൽ കണ്ടെത്തിയതിനാലാണ് ഇത് ആ പേരിൽ അറിയപ്പെടുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിൽ നിന്നാണ് ഈ ഉൽക്കാശില ഉത്ഭവിച്ചതെന്നാണ് ശാസ്ത്രകാരന്മാർ കരുതുന്നത്. സ്വർണത്തേക്കാൾ വിലമതിക്കുന്നതാണിതെന്ന് ഗവേഷകർ കരുതുന്നു. ഇത് ആദ്യകാല സൗരയൂഥത്തെക്കുറിച്ചും ഒരുപക്ഷെ ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമെല്ലാം പഠനത്തിന് നിർണായകമായേക്കാം എന്നും പറയപ്പെടുന്നു. ശാസ്ത്രീയ പ്രാധാന്യവും അപൂർവതയും മൂലം ലക്ഷക്കണക്കിന് മുതൽ ദശലക്ഷക്കണക്കിന് ഡോളർ വരെ വിലമതിക്കുന്ന അപൂർവ സമ്പത്താണിത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കോസ്മിക് നിധി എന്നതിന് പറയാം. ഈ ഉൽക്കാശിലയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മെൽബൺ മ്യൂസിയത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു വാൽനക്ഷത്രമോ ചിഹ്നഗ്രഹമോ കടന്നുപോയ പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഉൽക്കകൾ ഭൂമിയിൽ പതിക്കുന്നത്. ഈ പാതയിൽ വാൽനക്ഷത്രത്തിൽ നിന്നുള്ള പൊടിയോ പാറകളോ അവശേഷിക്കും. ഭൂമി ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷമായി സമ്പർക്കത്തിൽ വരുന്ന ഇവ ഉൽക്കകളായി പെയ്തിറങ്ങും. ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഗ്രഹങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഉൽക്കകൾ ഭൂമിയിലെത്താറുണ്ട്. പൂർണ്ണമായും പാറ കൊണ്ടോ അല്ലെങ്കിൽ ലോഹം കൊണ്ടോ അതുമല്ലെങ്കിൽ ഇവ രണ്ടോ ചേർന്ന ഉൽക്കകൾ നിർമ്മിക്കപ്പെടാം. കൂടാതെ അപൂർവ ധാതുക്കളും മൂലകങ്ങളും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ധാതുക്കളാലും ലോഹങ്ങളാലും സമ്പന്നമായ ഉൽക്കാശിലകളിൽ ഭൂമിയിൽ സാധാരണയായി കാണപ്പെടുന്ന അപൂർവ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. എണ്ണമറ്റ പ്രപഞ്ച രഹസ്യങ്ങളുടെ കലവറയായിരിക്കാം മെരിബറോ ഉൽക്കാശില എന്നാണ് ഗവേഷകർ കരുതുന്നത്. സൗരയൂഥത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഗ്രഹങ്ങളുടെ പരിണാമത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഇത് ശാസ്ത്രകാരന്മാർക്ക് നൽകിയേക്കാം.